إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന സന്ദർഭങ്ങളിലെല്ലാം സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നന്മയിലേക്ക് നയിക്കുകയും തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. മതവിശ്വാസികൾ എന്ന നിലക്ക്, മതത്തിന്റെ അനുയായികൾ എന്ന നിലക്കൊക്കെ വ്യക്തിപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങളും പലതും നമുക്ക് കാണാമെങ്കിലും ആത്യന്തികമായി തിന്മകൾ എന്താണ് എന്ന് പഠിപ്പിക്കുകയും അത്തരം വഴികൾ തെറ്റിപ്പോകുന്നവരെ നന്മയുടെ ഉപദേശങ്ങളിലൂടെ, ധാർമ്മിക ബോധവൽക്കരണങ്ങളിലൂടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക്, നന്മയുടെ മാർഗങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് മതത്തിന്റെ പാഠങ്ങൾ, അധ്യാപനങ്ങൾ നിർവഹിച്ചു വരുന്നത്. മതമെന്ന് പറയുന്നത് സ്നേഹവും നന്മയും സതുപദേശങ്ങളും ഒക്കെയാണെങ്കിലും മതത്തിന്റെ പേരിൽ പലപ്പോഴും തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ കഴിയും. മതത്തിന്റെ വക്താക്കൾ തന്നെ തിന്മ ചെയ്യുക, വലിയ തെറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുക, മതത്തിന്റെ ചിഹ്നങ്ങളായി അറിയപ്പെടുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും നേതാക്കന്മാരും ആളുകളെ ചൂഷണം ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് മാത്രമല്ല ദീനിന് തന്നെയാണ് അതിന്റെ മുഖം, വെളിച്ചം, അതിന്റെ പ്രഭയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് പുരോഹിതന്മാർ, പണ്ഡിതന്മാർ അവർ സൃഷ്ടിക്കുന്ന ബോധപൂർവമായ ചൂഷണങ്ങൾ
എത്രയേറെ നമ്മൾ വികസിച്ചു, വളർന്നു, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, വിജ്ഞാനം ഒരുപാട് വികസിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഈ വർത്തമാനകാലത്തും അതൊക്കെ കൂടിക്കൂടി വരികയാണ് എന്ന് സമകാലികമായ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം ചൂഷണത്തിന് വിധേയരായി മതത്തിൽ നിന്ന് അകലുന്നില്ല എന്ന് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. നമ്മളെ ആരും ചൂഷണം ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് മതം തന്നെയാണ്, ദീൻ പറഞ്ഞത് തന്നെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തന്നെയാണ് എന്നത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? നമ്മൾ ഓരോരുത്തർക്കും അതിനുള്ള ബുദ്ധിയും വിവേകവും ആലോചനാശേഷിയും പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെയുള്ള കഴിവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ആത്യന്തികമായി അത് ഉറപ്പുവരുത്തേണ്ടത്. അതിന് ദീന് എങ്ങനെ മനസ്സിലാക്കണം? അതിന്റെ അടിസ്ഥാന ചിഹ്നങ്ങളുണ്ട്, ഖുർആനും ഹദീസുമുണ്ട്. എല്ലാ പണ്ഡിതന്മാരും എല്ലാ പുരോഹിതന്മാരും എല്ലാ മതവക്താക്കളും നമ്മെ ശരിയായ വഴിക്ക് തന്നെ നയിച്ചു കൊള്ളണമെന്നില്ല എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും ശരിയാണ് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു ബാധ്യത, ഒരു ആലോചന നമുക്കുണ്ടാകണം. അവർ നമ്മെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം, അന്വേഷിക്കണം. ആരാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ തന്നെ പുരോഹിതന്മാർ മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ, അത് മുസ്ലിം വിഭാഗത്തിലാവട്ടെ മുസ്ലിമേതര വിഭാഗത്തിലാവട്ടെ, അതിലൊക്കെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ നമ്മെ വഴിതെറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളെ ഇവർ വഴിതെറ്റിക്കുന്നത്? ഒന്ന്, വേദങ്ങളെ, പ്രമാണങ്ങളെ, ഖുർആനിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയൊക്കെ വളച്ചൊടിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ. ചില ആളുകൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആർക്കാണത്? ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അവർ സ്വന്തം കൈകൾ കൊണ്ട് വേദങ്ങൾ, പ്രമാണങ്ങൾ, രേഖകൾ, മതത്തിന്റെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുകയാണ്. അല്ലാഹു പറഞ്ഞില്ല, പക്ഷെ അവർ പറയുന്നത് സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് അത്തരക്കാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? യശ്തറൂ ബിഹി സമനൻ ഖലീല, അവർക്ക് സ്വാർത്ഥമായ ചില ലാഭങ്ങൾ അതിലുണ്ട്. ചെറിയ തുച്ഛമായ വിലക്ക് വേണ്ടി അവർ അള്ളാഹുവിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്നു, സ്വന്തം പ്രമാണങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇത് അള്ളാഹുവിന്റേതാണ് എന്ന് പറയുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരക്കാർ നമുക്കിടയിൽ ഉണ്ടാകും എന്ന് മുഅ്മിനീകളെ നിങ്ങൾക്ക് ബോധമുണ്ടാകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫവൈലുൽ ലഹും, അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, നാശമുണ്ടാവട്ടെ, മിമ്മാ കതബത്ത് ഐദീഹിം, അവർ എഴുതിയുണ്ടാക്കിയതിനൊക്കെ അള്ളാഹിന്റെ ശാപം ഉണ്ടാവട്ടെ എന്നുള്ള, നാശമുണ്ടാവട്ടെ. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവരിതൊക്കെ പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഈ സമ്പാദ്യം ഉണ്ടല്ലോ, അതിലും അള്ളാഹുവിന്റെ നാശമുണ്ടാകട്ടെ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ 2 ടൈപ്പ് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും സ്വാഭാവികമായും. ഒന്ന് സാധാരണക്കാരാണ്, അവരിതൊക്കെയാണ് ദീന്, ഇതൊക്കെ ആയിരിക്കും ദീന്. ചില പണ്ഡിതന്മാർ ഇതൊക്കെയാണ് പറയുന്നത്, ഇതാണ് പഠിപ്പിച്ചു തരുന്നത്, നന്മകൾ അങ്ങനെ ചെയ്തു പോകുന്ന ചില സാധാരണ മനുഷ്യരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം, കാരണം അവർക്ക് അതിന് വളരെ കൃത്യമായ ജ്ഞാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. പലരും പഠിപ്പിച്ചു കൊടുത്തതാണ്, മദ്രസകളിൽ പഠിച്ചതാണ്, നമ്മൾക്ക് വിശ്വാസമുള്ള പണ്ഡിതരിൽ നിന്ന് കേട്ട് പഠിച്ചതാണ്. ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെങ്ങനെ നന്മകളാണ് എന്ന് നിലയ്ക്ക് ചെയ്തു പോകുന്ന മനുഷ്യരുണ്ടാകും. പക്ഷെ നമ്മളെ വഴിപിഴപ്പിക്കുന്നവർ അവരാണോ? അല്ല. നല്ല ദീനറിയുന്ന ചില പണ്ഡിതന്മാരുണ്ടാകും. അവരെന്താ ചെയ്യുക? അവർക്ക് ദീനറിയാം, പക്ഷെ മതത്തിന്റെ പേരിൽ അവർ കളവ് പറയുന്നു, ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ ഇത് അള്ളാന്റേതാണ് എന്നും റസൂലുള്ളാന്റെ പേരിൽ ഇത് റസൂലിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകും. അത്തരം ചൂഷണങ്ങളിൽ പെട്ടുപോകരുത് എന്ന് ഖുർആൻ നമുക്ക് ചില മുൻകരുതൽ എടുക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, എവിടെയാണ് ചൂഷണം സംഭവിക്കുക? നമ്മൾ എവിടെയാണ് പിഴവ് സംഭവിക്കുക? ചില വ്യക്തികൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്നു മനുഷ്യർ. അവർക്ക് സമൂഹം മുന്തിയ പരിഗണന നൽകുന്നു, അനാവശ്യമായ പരിഗണനകൾ നൽകുന്നു, അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ മുൻഗണനകൾ നൽകുന്നു.
അവർ പല മതനിയമങ്ങളും കൊണ്ടുവരും. ചില ആളുകൾക്ക് ചില അപ്രമാദിത്യം കൽപ്പിക്കുമ്പോ എനിക്കിത് പറ്റിയൊരു സീസണാണെന്ന് തോന്നുമ്പോ, ഇവരൊക്കെ എന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോ അയാൾക്ക് സ്വയം ചില മതത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള താല്പര്യങ്ങളുണ്ടാകും. അവരത്തരം താല്പര്യങ്ങളുടെ പേരിൽ മതനിയമങ്ങൾ കൊണ്ടുവരുന്നു. അത് ആളുകൾ വിശ്വസിക്കുന്നു. അതിലൂടെ ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ഇതിന് സാഹചര്യം ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തഖദൂ അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. തങ്ങളുടെ പണ്ഡിതന്മാരെയും തങ്ങളുടെ പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറഞ്ഞ മാതിരി തന്നെ എന്ന് തോന്നും. അത് ഇന്നാള് പറഞ്ഞതാണോ? അതിൽ സംശയമില്ല. അതും പടച്ചോൻ പറഞ്ഞതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള നിലക്കുള്ള ചില അപ്രമാദിത്വങ്ങൾ നമ്മൾ കൽപ്പിക്കുന്നതിലൂടെ ചില ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് ക്രിസ്തീയ സമൂഹത്തിൽ അവർ ചിലരെ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലും അവർ രണ്ടുപേരെ വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വരെ അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ടെക്നോളജി ഉപയോഗിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലെ സമൂഹത്തിലെ ആളുകളെ സ്വാധീനിക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള അതിവേഗത്തിലുള്ള കുറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. അവർ വിശുദ്ധരായി പ്രഖ്യാപിച്ചാൽ പിന്നെ അവരുടെ പ്രത്യേകത എന്താണ്? അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരെ ഇടയാളന്മാരാക്കി വെച്ച് കർത്താവിനോട്, യേശുവിനോട് പ്രാർത്ഥിക്കാം എന്നതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയാണ് അവർ വിശുദ്ധരാക്കി വെക്കുന്നത്. വിശുദ്ധരായാൽ അവരുടെ ജീവിത രീതികളെ അവർക്ക് പിന്തുടരാമെന്നതാണ്. ഇസ്ലാം അതിനെ പാടെ നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്തു. അത്തരം ഒരു റഹ്ബാനിയത്ത് ഇസ്ലാമിലില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അങ്ങനെ ചില റബ്ബുകളെ നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത് എന്ന് നമുക്ക് താക്കീത് നൽകുകയാണ് ഉണ്ടായത്. എന്തിനാണത്? നിങ്ങൾ ചൂഷണത്തിൽ പെട്ടുപോകരുത്, കരുതിയിരിക്കണം. യഥാർത്ഥ ദൈവികമായ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോകുമെന്ന് ഖുർആൻ നമ്മൾക്ക് മുൻകരുതൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അമിതമായ ആദരവുകൾ കൊണ്ട് എന്താണ് സംഭവിക്കുക? അമിതമായ ആദരവുകൾ, അനാവശ്യമായ പരിഗണനകൾ അങ്ങനെ ഉണ്ടാകുമ്പോ എന്താ സംഭവിക്കുക? ഖുർആൻ അത് പറഞ്ഞു തന്നു. വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ, ചില കൾട്ടുകളെ, ചില വ്യക്തികളെ അങ്ങനെ അള്ളാഹുവിനെ പോലെ കാണുന്ന ചില ആളുകളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോ അവരെന്ത് ചെയ്യും? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അത്തരം ഒരു ദറജയിലേക്ക് ആളുകൾ അവരെ ഉയർത്തിക്കൊണ്ടുവരും. അള്ളാഹിനെ കാണുന്ന പോലെ കാണാൻ, അള്ളാഹുവിൽ നിന്നുള്ള ആയത്തുകൾ പോലെ അവരുടെ വചനങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ചില വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ പറ്റി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന ആളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടില്ലേ? നമ്മൾ ചോദിച്ചാൽ അള്ളാഹിനെ പോലെ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? റബ്ബുൽ ആലമീൻ ആരാണ്? അള്ളാഹു എന്ന ഉത്തരത്തിന് ഈ വർത്തമാന കാലഘട്ടത്തിൽ മറ്റൊരു ഉത്തരമുണ്ടാകുന്നു. ഒരു സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു ശൈഖ്, മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേരിൽ ചില കറാമത്തുകൾ അയാളിപ്പോഴും ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ മനുഷ്യനെ ആളുകൾ സ്വീകരിക്കുന്നു, അതിനുള്ള ആദരവ് കൊടുക്കുന്നു, ഭക്തി ബഹുമാനം കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ വചനങ്ങളെ അള്ളാഹുവിന്റെ വചനങ്ങളെ പോലെ കാണുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ്. അള്ളാഹുവുമായി ഉറക്കത്തിൽ ഞാൻ നേരിട്ട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. മനുഷ്യർ അത് വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടാകുന്നു. ഖുർആൻ മുൻകരുതലെടുക്കാൻ നമ്മളോട് പഠിപ്പിക്കുന്നു. പരലോകത്ത് എന്താണ് ഇത്തരക്കാരുടെ അവസ്ഥ? ഖുർആൻ അത് പറഞ്ഞിരുന്നു. ഇത്തരം ആളുകൾ പിൻപറ്റിയതിന്റെ സങ്കടം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില ആളുകൾ ഇത്തരം ആളുകളുടെ കെണിയിൽ വീണുപോകും. കെണിയിൽ വീണുപോയാൽ ആരാണ് അപകടത്തിൽപ്പെടുന്നത്? ആരുടെ പരലോകമാണ് പോകുന്നത്? വീണുപോകുന്നവരുടെ പരലോകം പോകുന്നു. അവർ പരലോകത്തെത്തുമ്പോൾ പറയും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായി പോകും? യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അവർക്ക് അവരുടെ സങ്കടങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, സങ്കടകരമായ ഖേദകരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു പോയതിനെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പരലോകത്ത് ആ അമലുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. എന്നിട്ടോ അവർ പറയും, ഇത്തരം പണ്ഡിതന്മാർ, വഴിതെറ്റിക്കുന്ന നേതാക്കൾ, അവരുടെ അനുയായികൾ, അവരുടെ ബന്ധമെന്തായിരിക്കും? യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. അവർ നരകത്തിൽ മുഖം കെട്ടവരായി അതിലേക്ക് വീഴുന്നവരായി മാറും. ഇങ്ങനെ വഴിക്ക് പോയാൽ നരകത്തിൽ വീണുപോകുമെന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. എന്നിട്ട് അവർ പറയും യഖൂലൂന യാ ലൈതന, പടച്ചോനെ ഞങ്ങളുടെ നാശം, അതഅനല്ലാഹ വഅതഅന റസൂല, ഞങ്ങൾ അള്ളാഹനെ മാത്രം, അള്ളാഹുവിന്റെ തിരുദൂതരെ മാത്രം അനുസരിച്ചിരുന്നെങ്കിൽ
അവർ പറഞ്ഞതിന്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ, ആ പഠിപ്പിക്കപ്പെട്ടതിന്റെ പ്രമാണങ്ങളുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനി. ഇത് ഞങ്ങൾ നാശത്തിൽ പെട്ടുപോയില്ലേ. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഖാലു റബ്ബന, പടച്ചോനെ, ഇന്നാ അതഅന സാദത്തന, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില നേതാക്കന്മാരെ പിൻപറ്റിപ്പോയി, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുപോയി. കുബറാന, ഞങ്ങളുടെ പുരോഹിതന്മാരെ അവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോയിപ്പോയി. ഫളല്ലൂന സബീല, അവർ പക്ഷേ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പരലോകത്ത് വന്നിട്ട് വിലപിക്കുമെന്നാണ്. ആരെ വിലപിക്കണേ? ഇത്തരത്തിൽ പെട്ടുപോയ മനുഷ്യരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞിരുന്നത്. നമ്മളെ കൂട്ടത്തിൽ പെട്ടുപോയാൽ എന്തിനാണ് പിന്നെ ഈ ജീവിതം നമ്മൾ ആലോചിച്ചു നോക്കുക. മാത്രമല്ല, സങ്കടം കൊണ്ട്, ദേഷ്യം കൊണ്ട് അവർ പറയും, റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബി, പടച്ചോനെ, ഞങ്ങൾക്ക് കിട്ടിയ ഈ ശിക്ഷ പോരാ അവർക്ക്, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചവരാണ്, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്നാണ്. വഅൽഅനഹും ലഅനൻ കബീറ, വലിയ ശാപം നീ അവർക്ക് മേൽ ചൊരിയണമെന്ന് തന്റെ അനുയായികൾ, നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, വഴിപിഴപ്പിച്ചവർക്ക് നേരെ നാളെ പരലോകത്ത് പറയുമെന്നാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾക്ക് ചില മുൻകരുതലുകൾ, ഒരു ശ്രദ്ധ മുഅ്മിനുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടാകണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു വരുന്നത്. ക്രിസ്ത്യാനികളെ പറ്റി ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 27-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പൊതുവെ അവരെങ്ങനെയാണ് അവരുടെ വേദങ്ങൾ പഠിപ്പിച്ചത്? അവരുടെ മനസ്സിൽ കൃപയും കരുണയും ഒരു തരത്തിലുള്ള സ്നേഹവും അലിവും ഒക്കെ ഉള്ള രൂപത്തിലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് അവരുടെ പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ അവരെന്ത് ചെയ്തു? അവരിലെ ചില റുഹ്ബാനിയത്തുകൾ കൂടി അവർ കൊണ്ടുവന്നു. സന്യാസത്തിന്റെ രൂപത്തിൽ, സൂഫിസത്തിന്റെ രൂപത്തിൽ, ചില ആത്മീയതയുടെ രൂപത്തിൽ, ചില പ്രത്യേകമായ ഭാവ രൂപത്തിലൊക്കെ ദീനിനെ അവർ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾ നൂതനമായ ഒരു സന്യാസ ജീവിതം അവർക്കിടയിൽ കൊണ്ടുവന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ന് റസൂൽ പറഞ്ഞു, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൂഫിസം പോലെ, സന്യാസം പോലെ നൂതനമായ ദീൻ പഠിപ്പിക്കാത്ത, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ, അവരുടെ ചില ചാടിക്കളികളും ചില ആത്മീയതയും ഒക്കെ, ചില പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കണ്ടാൽ നമുക്കറിയാം. അത്തരത്തിലുള്ള കൃത്രിമമായ ഭക്തികൾ, കൃത്രിമമായ ചികിത്സകൾ, കൃത്രിമമായ ആരാധനാ രീതികളൊക്കെ അവർ കൊണ്ടുവന്നു. അത് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകി. റസൂൽ പറഞ്ഞു, ലാ തത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനികൾ മുൻഗാമികൾ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് കയറണമെങ്കിലും അതിന്റെ പിന്നാലെയും നിങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ അവരുടെ ആചാര രീതികൾ, അനുഷ്ഠാന രീതികൾ, ആഘോഷ രീതികൾ, അവരുടെ ചില പ്രത്യേകമായ ചിഹ്നങ്ങൾ ഒക്കെ നമ്മൾ പിന്തുടരുന്ന സാഹചര്യങ്ങൾ വരുന്നതിനെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ എങ്ങനെയാണ് വളർത്തിയത്, നമ്മളെ എങ്ങനെയാണ് പരിഷ്കരിച്ചെടുത്തത്, സംസ്കരിച്ചെടുത്തത്, എന്താണ് അതിന്റെ രീതിശാസ്ത്രം? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. ഫഅല്ലിമുഹുൽ കിതാബ വയുസക്കീഹി, കിതാബിലെ ആയത്തുകൾ കൊണ്ടാണ്, റസൂലുള്ളാഹിന്റെ ജീവിതം കാണിച്ചുകൊണ്ടാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്, പിന്തുടരാൻ പറഞ്ഞത്. മറ്റുള്ള സമുദായങ്ങളെ അങ്ങനെ പിന്തുടരാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തസ്കിയത്തിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് ശുദ്ധീകരിച്ചത്, മൊത്തം സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്തത്. വിശ്വാസത്തെ തസ്കിയത്ത് നടത്തി ശുദ്ധീകരിച്ചെടുത്തു, മനുഷ്യരുടെ ജീവിതത്തെ സംസ്കരിച്ചെടുത്തു. അതിൽ ആത്മീയത ഉണ്ട് അല്ലെ, അതിന് നല്ല ഇഖ്ലാസ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇഹ്തിസാബ്, വിചാരണയെ കുറിച്ചൊക്കെ താക്കീത് നൽകുന്നുണ്ട്. അതിൽ സുഹൃദുണ്ട്, വിരക്തിയുണ്ട്, ലളിതമായ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. തവക്കുലുണ്ട്, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള രീതികളൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ ദീനിലൂടെ പരിവർത്തിപ്പിച്ചെടുക്കുന്നത്. അതിൽ ഇബാദത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ്, നോമ്പ് ഉപേക്ഷിക്കുവൻ കാഫിറാണ്, ഹജ്ജിനെ തള്ളിപ്പറയുന്നവൻ കാഫിറാണ്, സക്കാത്ത് കൊടുക്കാത്തവൻ മുഅ്മിനല്ല. ഇതൊക്കെ അതിന്റെ അടിസ്ഥാന സ്തംഭങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ മൗലിദ് പാരായണം നടത്തി, മൗലിദിന് വേണ്ടിയുള്ള ലൈറ്റും തോരണങ്ങളും വെച്ച് അങ്ങാടികൾ റസൂലുള്ളാഹിന്റെ റബീഉൽ അവ്വൽ വരുമ്പോ ജനിച്ച മാസാണെന്നുള്ള നിലയ്ക്ക് അവിടെ തോരണങ്ങൾ തൂക്കി ഇങ്ങനെ നടന്നതിന്റെ പേരിൽ സ്വർഗത്ത് പോകുമെന്ന് ഒരു പണ്ഡിതൻ ആളുകളെ പഠിപ്പിക്കുകയാണ്. അവർ നമസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല കൂട്ടരെ, അവർ നോമ്പെടുത്തില്ലെങ്കിൽ എന്താണ് കൂട്ടരെ, അവർ റസൂലുള്ളാഹിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതിന്റെ പേരിൽ
അവർ ഈ തോരണങ്ങളും ഈ ആഘോഷ പരിപാടികൾക്കൊക്കെ നന്നായി സാമ്പത്തികം ചെലവാക്കുന്നു, അധ്വാനിക്കുന്നു, വിയർക്കുന്നു, ഉറക്കൊഴിവാക്കുന്നു. അവർ നേരിട്ട് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുകയാണ്. വെറുതെ പറയുന്ന ബഡായികളാണ്, വീണുപോകരുത്. ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തിയാൽ ഒരു നിലക്കും നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അത് റസൂലുള്ളാഹിന്റെ ചര്യയിൽപ്പെട്ട കൃത്യമായ അളന്നും തൂക്കിയും പഠിപ്പിച്ച കർമ്മങ്ങളാണ്. വേറെന്തെങ്കിലും ഒരു തരത്തിലുള്ള ആത്മീയത കൊണ്ട്, ഭാവവ്യത്യാസങ്ങൾ കൊണ്ട്, കുറേ ദിക്റുകൾ മാത്രം ചൊല്ലിയത് കൊണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേകമായ പണ്ഡിതന്റെ മജ്‌ലിസിൽ പോയിരുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നമ്മുടെ അഖീദ കൃത്യാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് പഠിക്കണം. പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾക്ക് ഈമാൻ കാര്യങ്ങൾ, പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ബാത്തിലായി പോകും, നാളെ നരകത്തിൽ വീണുപോകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ജീവിച്ചത്? ഒരു പച്ചപ്പട്ടക്കെട്ട്, ഒരു പച്ചപ്പട്ടക്കുള്ള ഒരു സ്ഥലത്ത് വിരിച്ചിരുന്ന്, ഒരു പച്ചപ്പട്ടക്ക് അല്ലെങ്കിൽ ഒരു ഷാള് കഴുത്തിലാണെങ്കിൽ, ഒരു പച്ച കളർ കൊണ്ടുണ്ടാക്കിയ ഒരു കുബ്ബക്ക് കിഴി, അല്ലെങ്കിൽ ഒരു പച്ച കളർ കൊണ്ട് പുതച്ചൊരു ഖബറിനരികിൽ, അങ്ങനെ ദിക്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു മജ്‌ലിസിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി. അങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ ജീവിതം ഉണ്ടായത്? ഉസ്വത്തുൻ ഹസന. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മാതൃകയുണ്ട് എന്ന് ഖുർആനാണ് സർട്ടിഫിക്കറ്റ് തരുന്നത്. റസൂലുള്ളാഹി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ദിക്റേറ്റ് ഇങ്ങനെ ചടഞ്ഞുകൂടി ജീവിച്ച ഒരാളായിരുന്നോ? പഠിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയായിരുന്നല്ലോ റസൂലുള്ളാഹിക്ക് ദിക്ർ ഉണ്ടായിരുന്നു, സ്വലാത്ത് ഉണ്ടായിരുന്നു, അത്തരം ആത്മീയമായ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകമായ നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അനുഭൂതികൾ ഉണ്ടായിരുന്നു, പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യനായി, ഒരു പച്ച മനുഷ്യനായി അവർക്കിടയിൽ ജീവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ സാധാരണ മനുഷ്യനാണോ? അല്ല, വ്യത്യസ്തത ഉണ്ടായിരുന്നു. എന്താ വ്യത്യസ്തത? റസൂലുള്ളാഹിക്ക് വഹീ വന്നിരുന്നു എന്നതാണ് വ്യത്യസ്തത. അള്ളാഹുവിൽ നിന്നുള്ള വഹീ സ്വീകരിക്കാൻ കഴിയുന്നു എന്നതായിരുന്നു വ്യത്യസ്തത. അതേസമയം മനുഷ്യനല്ലാതാകുന്നുണ്ടോ? ഇല്ല, മനുഷ്യരിൽ തന്നെ വ്യത്യസ്തനായിരുന്നു. റസൂലുള്ളാഹി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചു, കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിച്ചു, സമുദായത്തോട്, ഉമ്മത്തിനോടുള്ള ബാധ്യത നിർവഹിച്ചു, ഈ സമൂഹത്തോട്, പൊതുസമൂഹത്തോട് ബാധ്യതകൾ നിർവഹിച്ചു. എല്ലാം നിർവഹിച്ചുകൊണ്ട് അവർക്കിടയിൽ ജീവിച്ചു എന്നതാണ്. അങ്ങനെ ജീവിക്കാനാണ് നമ്മോട് പറഞ്ഞത്. ഒരു തുരുത്തിൽ പോയിട്ട് ഇങ്ങനെ ആത്മീയതയ്ക്ക് വേണ്ടി ഒരു സന്യാസ ജീവിതം നമ്മോട് പറഞ്ഞില്ല. കുടുംബജീവിതം നയിക്കാൻ പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞു, സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറഞ്ഞു, നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു, അറിവ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു, കുടുംബത്തിന്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അല്ലെ, നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അവിടെ മാന്യത കാണിക്കണം, നീതി കാണിക്കണമെന്ന് പറഞ്ഞു. ഏത് മേഖലയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിക്കാത്തത്? അങ്ങനെ നമ്മളോട് ജീവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൂടെ കിട്ടുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പുണ്ടാകണം, സ്മരണ ഉണ്ടാകണം, റസൂലുള്ളാഹിയോട് സ്നേഹം ഉണ്ടാകണം, അതിലൂടെ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം. അങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങളുടെ ദീൻ നഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ദീൻ ശരിക്കും പഠിക്കാനിട്ടാണ്. അതിലൂടെ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, അയാൾ ഒരു ജോലി ചെയ്യുന്നു, കച്ചവടമാണ് അയാളുടെ ജോലി, ഡ്രൈവറാണ് അയാൾ അള്ളാഹ് പറഞ്ഞ ഇബാദത്തുകൾ എടുക്കുന്നുണ്ട്, ജീവിതത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, അയാളുടെ കുടുംബപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്, ഹലാലായ സമ്പാദ്യം അയാൾക്ക് ഉണ്ടാകുന്നുണ്ട്, അയാൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ജീവിതത്തിൽ പാലിക്കുന്നു, റസൂലുള്ളാഹിനോടുള്ള സുന്നത്തുകൾ അയാളുടെ ജീവിതത്തിലുണ്ട്, അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അയാളുടെ മനസ്സിൽ തഖ്വയുണ്ട്, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസുണ്ട്, ഇഹ്തിസാബിനെ കുറിച്ച്, വിചാരണയെ കുറിച്ച് അയാൾക്ക് ബേജാറുണ്ട്. അയാളാണ് വലിയ എന്ന് പറയുന്നത്. ദീനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ വലിയാണ്, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണ്, ഇഷ്ടപ്പെട്ട ദാസനാണ്, അള്ളാഹിന്റെ വലിയ ഉറ്റമിത്രമാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് അള്ളാഹിന്റെ വലിയ എന്ന് പറയുന്നത്. നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു ശാളനി വന്നിട്ട് പ്രത്യേകമായ മജ്‌ലിസുകളിലൂടെ വലിയാണ് എന്ന് പറയപ്പെടുന്ന, അതല്ല വലിയ എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ നമ്മൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അയാൾ വലിയാണ് എന്ന് അയാൾക്ക് അറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ വലിയാണെന്ന് അയാൾക്ക് അറിയാൻ കഴിയും. അയാൾക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നും കഴിയില്ല. പക്ഷെ അള്ളാഹിന്റെ പ്രത്യേകമായ ബർക്കത്ത് അയാളിൽ നിറയും. അയാൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സൗകര്യങ്ങൾ ഉണ്ടാവും. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി കൊടുക്കും, പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കും. അത് അയാൾക്ക് ജീവിതത്തിൽ അങ്ങനെ അയാൾക്ക് അനുഭവിച്ചു പോകാൻ കഴിയും. ഞാൻ വലിയാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധനവും അള്ളാഹുവിന്റെ റസൂലോ ജനങ്ങളുടെ ഇടയ്ക്ക് കൊടുത്തിട്ടില്ല. അയാളെ ആദരിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയമത്ത് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ആകാം. അയാൾ പറഞ്ഞിട്ടാവില്ല. അതാണ് വലിയ എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലാ ഖൗഫുൻ, ഒരു ഭയപ്പാടുണ്ടാവും, വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു സങ്കടം ആവശ്യം ഉണ്ടാവും. പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിന് സംതൃപ്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്യാൻ ആവശ്യമായ ഒരു ഈമാനിന്റെ കരുത്തുണ്ടാവും. എന്തായാലും കാരണം അല്ലദീന ആമനൂ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, ഈമാൻ കൊണ്ടവരാണ്. വകാനൂ യത്തഖൂൻ, അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും തഖ്വയുള്ളവരുമാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അതാണ് ഔലിയാ ഉല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞത്. അവർക്ക് നല്ല ഈമാൻ ഉണ്ടാവും, നല്ല തഖ്വ ഉണ്ടാവും, അള്ളാഹ് പറഞ്ഞു കൊടുത്തൊക്കെ അവരുണ്ടാവും, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. അവർക്ക് എന്താ കിട്ടുക? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷങ്ങളുടെ വർത്തമാനങ്ങളുണ്ട്. ഖുർആൻ പറയാണ് അവർക്ക് ദുനിയാവും ആഖിറവും അള്ളാഹ് ഹൈറാക്കി കൊടുക്കും. ലാ തബ്ദീല ലി കലിമാത്തില്ലാ, അള്ളാഹുവിന്റെ വചനങ്ങളെ ഒരിക്കലും അവർ വളച്ചൊടിക്കൂല, അള്ളാഹിന്റെ പേരിൽ ഒരിക്കലും ഒരു കള്ളത്തരം പറയില്ല, അള്ളാഹുവിന്റെ വചനങ്ങളെ അവർ മാറ്റിമറിക്കുകയില്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അങ്ങനെ ദുനിയാവും ആഖിറവും കിട്ടിയ ആളുകൾക്കാണ് വമ്പിച്ച വിജയമുള്ളത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ നമ്മൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. സാധിക്കും, നമുക്ക് അള്ളാഹ് പറഞ്ഞ മാതിരി ചെയ്താൽ മതി, റസൂലുള്ളാഹി പറഞ്ഞ പോലുള്ള സുന്നത്തുകൾ എടുത്താൽ മതി. അതിന് നമുക്ക് സാധ്യമാകണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചൂഷണങ്ങൾക്കിടയിൽ അതിൽപ്പെടാതെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. പൗരോഹിത്യം പ്രമാണങ്ങൾ വളച്ചൊടിക്കുമ്പോൾ നമ്മൾക്ക് അത് ശ്രദ്ധയിലുണ്ടാകണം, അത് മനസ്സിലാക്കാൻ കഴിയണം. ചില വ്യക്തികൾക്ക് അനാവശ്യമായ അപ്രമാദിത്വം കൽപ്പിച്ച് അവരിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അമിതമായ ആദരവുകൾ, അങ്ങനെ നിങ്ങൾ അമിതമായി ആരെയും പുകഴ്ത്തേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അമിതമായ ആദരവുകൾ, എല്ലാവരും ബഹുമാനിക്കുക ആദരിക്കുകയൊക്കെ ചെയ്യേണ്ടത്, ഇത് പ്രത്യേകമായ പുണ്യമുണ്ട്. പക്ഷെ അമിതമായ ചില അപ്രമാദിത്വങ്ങൾ കൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടത്. പുരോഹിതന്മാർ വഴിതെറ്റിക്കുന്ന നേതാക്കളും അനുയായികളും ഒക്കെ നാളെ പരലോകത്ത് പരസ്പരം തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം സന്യാസം, ഒരു സൂഫിയത്ത്, ഒരു ത്വരീഖത്ത്, അത് ഇസ്ലാമിന് അന്യമാണ് എന്ന് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ പിന്തുടരുന്നു പോരുന്നത്, അവരിലുള്ള കാര്യങ്ങൾ നമ്മൾ തുടരുന്നത്, അത് നിങ്ങൾ ഗൗരവത്തിൽ കാണണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. റസൂലുള്ള പഠിപ്പിച്ച വഴികളെ നമ്മൾ കൃത്യമായി പിന്തുടരുക എന്നതാണ് പ്രധാനപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിട്ടേച്ചു പോയത്? റസൂലുള്ളാഹിന്റെ മുടിയാണോ വിട്ടേച്ചു പോയത്? റൗദ ഷരീഫിലെ പൊടിയാണോ വിട്ടേച്ചു പോയത്? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൊടിയാണോ വിട്ടേച്ചു പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയത് നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ആധാറുകളൊന്നും ഇന്ന് ലോകത്ത് ബാക്കിയില്ല എന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആധുനിക പണ്ഡിതൻ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. റസൂലുള്ളാഹിന്റെ ഒരു ആധാറുകളും ഒന്നും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല എന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളിൽ നമ്മൾ വഴി തെറ്റിപ്പോകരുത്. നമ്മുടെ ചിന്തകളും ആലോചനകളും ഒക്കെ അതിനൊക്കെ ഒരു പ്രത്യേകമായ പൊരിശ കൊടുത്ത് വിവാദത്തൊക്കെ ഉപേക്ഷിച്ച് അതിന് കുറച്ച് വെള്ളം കിട്ടിയാൽ അത് കണ്ടാൽ നമ്മുടെ കണ്ണിന് കുളിർമ ഉണ്ടാകുക, മനസ്സിന് കുളിരുണ്ടാകുക, അതിന്റെ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ നമ്മുടെ രോഗങ്ങളൊക്കെ മാറുക, സർവ്വ ഐശ്വര്യവും വീട്ടിൽ നിറയുക, ഇതൊക്കെ വെറുതെ നമുക്ക് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെ വഴി തെറ്റിപ്പോകുന്ന ഈമാനിൽ നിന്നും ആത്മീയതയിൽ നിന്നും യഥാർത്ഥ ദീനിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ തെറ്റിപ്പോകുന്ന ചില കാര്യങ്ങളായി നമ്മൾ ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ള രണ്ട് കാര്യമാണ് നമ്മളോട് വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞു. തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. അത് നിങ്ങളെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി തെറ്റൂല. എന്താണത്? കിതാബുല്ലാഹ് വസുന്നത്തു റസൂലില്ലാഹ്. രണ്ട് കാര്യമാണ്. അള്ളാഹിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ് എന്ന്
കൃത്യമായി അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം മറച്ചു വെക്കപ്പെടുന്നുണ്ട്. ഖുർആനുകളും ഹദീസുകളും ഒക്കെ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ നിഷേധിച്ചാൽ നിങ്ങൾക്ക് ആപത്തുകൾ വരുമെന്ന് ഭീഷണിയും ഭയപ്പെടുത്തലുകളും ഒരു തരത്തിലുള്ള പേടിയുമൊക്കെ സമൂഹത്തിലേക്ക് നിറക്കുന്ന ആളുകളുണ്ട്. ഖുർആൻ പറഞ്ഞു, ഖാഫൂനി, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി. ഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് നല്ല ഈമാൻ ഉണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവും, എന്നെ പേടിച്ചാൽ മതി എന്നല്ല പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നു എങ്കിൽ നമ്മൾ തെറ്റിപ്പോവില്ല, ആരും നമ്മളെ ചൂഷണം ചെയ്യില്ല, വെറുതെ ഉള്ള കാശ് അവിടെയും മുടി കൊണ്ട് കളയേണ്ടിയും വരില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിന്റെ വക്താക്കളാക്കി നമ്മളെ നയിക്കുമാറാകട്ടെ. നമുക്ക് ചൂഷണങ്ങളിലും അതുപോലെ തന്നെ ഖുറാഫാത്തുകളിലുമൊക്കെ പെട്ടുപോകുന്ന അവസരങ്ങളിൽ യഥാർത്ഥ ദീനിലേക്ക് വഴിതിരിഞ്ഞു നടക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളിൽ ഇഖ്റ ഹോസ്പിറ്റലിലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലൊക്കെ നമ്മുടെ മഹലിൽപ്പെട്ട ബന്ധപ്പെട്ട ആളുകളൊക്കെ ചികിത്സയിലുണ്ട്, ചില പ്രയാസങ്ങളുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റിടങ്ങളിലും വീടുകളിലുമൊക്കെയായി പലതരം അസുഖങ്ങളായി വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ സഫലമാക്കി കൊടുക്കുക റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. രോഗങ്ങളെ നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. നമ്മുടെ മഹലിലെ കാരണവന്മാരും നമ്മുടെ പ്രായമേറിയ ഉമ്മമാരുമൊക്കെ ആരോഗ്യപരമായ പ്രയാസങ്ങളാൽ വിഷമിക്കുന്നുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. കഴിഞ്ഞ ദിവസം ഗ്രഹണ നമസ്കാരത്തിന് ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ ആ പാതിരാവിലും നമ്മുടെ പള്ളിയിൽ എത്തിച്ചേർന്നു. ഗ്രഹണ നമസ്കാരം നമസ്കരിക്കാൻ കഴിഞ്ഞു. അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലുള്ള ഷർറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ, മുഅ്മിനീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും നീ ഖൈർ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഇസ്രായേൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, അള്ളാഹുവെ, അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തുന്ന റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിനെയും മുസ്ലിം സമുദായത്തെയും മുസ്ലിം രാജ്യങ്ങളെയും ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, പലസ്തീന് നീ മോചനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ശുഹദാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ വിശപ്പ് നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ രോഗങ്ങളെ നീ ശിഫിയാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കും ഇസ്സത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തുറക്കുന്ന റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം നല്ല ഉദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉത്തരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.